മൈദപ്പൊടി വെച്ച് നമുക്ക് ജിലേബി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഏലക്കായ ഇടുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് നന്നായിട്ട് കുറുകി വരട്ടെ. ആ ഒരു സമയം നമുക്ക് ബാക്കി കൂട്ടൊക്കെ റെഡിയാക്കി എടുക്കാം. മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അപ്പക്കാരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതായത് നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവം, ഇതേ പരുവത്തിലാണ് നമ്മൾ ആക്കി എടുക്കേണ്ടത്. ഇനി നമുക്കത് ചുറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് അത് നിറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു കോർണർ ഭാഗത്തു നിന്നും ചെറുതായി കട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം അത് തിരിച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് വെന്താൽ മാത്രം മതി, ഒരുപാടങ്ങ് മുരിഞ്ഞു വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോഴേക്കും പഞ്ചസാര ലായനി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം നമ്മൾ പൊരിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ജിലേബിയുടെ ടേസ്റ്റ് ലുക്കൊന്നും വന്നിട്ടില്ല, എങ്കിലും കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.